പറച്ചിലൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കും. ഇന്നല്ലാഹിൻ്റെ അടുത്ത വിഷയം, ഇന്നല്ലാഹ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാലിക്കുൻ എന്ന് വെച്ചാൽ ഷാക്ക് കീറുന്നവനാണ്. അല്ല ഹബ്ബി വിത്തിനെ, ധാന്യം എന്ന് വെച്ചാൽ ആദ്യം ബദർ ആണ് വിത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ധാന്യത്തെ കീറും. നബാത്തി സസ്യങ്ങളിൽ നിന്നും ധാന്യത്തെ കീറുന്നു വെച്ചാൽ ധാന്യം പിളർത്തിട്ട് സസ്യം അതിൽ നിന്നും മുളപ്പിച്ച് കൊണ്ടുവരും. അതാണ് നവയിൽ നിന്ന്. നവ എന്ന് വെച്ചാൽ ഈന്തപ്പന കുരു പോലത്തെ അങ്ങനത്തെ കുരുകൾക്കൊക്കെ നവാത്ത് പറയാൻ പറ്റും. മറ്റേ ധാന്യം ചെറുതാണ്, ഈന്തപ്പന കുരു കുറച്ച് വലുതാണ്. നെഹ്ലി ഈന്തപ്പനയിൽ നിന്ന്. അപ്പം ഈന്തപ്പന കുട്ടൂരിൻ്റെ ഇത് പൊളിഞ്ഞിട്ടാണല്ലോ അതിൽ നിന്ന് നെഹ്ലി ഈന്തപ്പന ഉണ്ടാവുന്നത്. അങ്ങനെ യുഖ്രിജുൽ ഹയ്യ, അവൻ ജീവനുള്ളതിനെ പുറപ്പെടുവിക്കും, മിനൽ മയ്യിത്ത് ജീവനില്ലാത്തതിൽ നിന്നും. ഏതുപോലെ കൽ ഇൻസാനി വത്തായിരി, മനുഷ്യനെയും പക്ഷിയെയും പുറപ്പെടുവിക്കുന്ന പോലെ, മിനൻ നുതുഫത്തി ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും, വൽ ബൈലത്തി മുട്ടയിൽ നിന്നും പക്ഷിയും, നുതുഫത്തിൽ നിന്നും മനുഷ്യനെ അള്ള പുറപ്പെടുവിക്കുന്നില്ലേ, അതുപോലെ നേരെ തിരിച്ചു. ഖുറിജുൽ മയ്യിത്തിനെ പുറപ്പെടുവിക്കും. മയ്യിത്ത് എന്ന് വെച്ചാൽ ഏതാണ്? നുതുഫത്ത് ഇന്ദ്രിയത്തുള്ളി, വൽ ബൈലത്ത മുട്ടേനെയൊക്കെ പുറപ്പെടുവിക്കും. മിനൽ ഹയ്യിൽ നിന്നും ജീവനുള്ള പക്ഷിയിൽ നിന്നും ജീവനില്ലാത്ത മുട്ടയും, ജീവനുള്ള മനുഷ്യനിൽ നിന്നും ജീവനില്ലാത്ത ഇന്ദ്രിയത്തെയും പുറപ്പെടുവിക്കും. ദാലിക്കുമുൽ ഫാലിക്കുൽ, ഈ ദാലിക്കും അവൻ എന്ന് വെച്ചാൽ അൽ ഫാലിക്കു, ഈ ഇതിനെയൊക്കെ പിളർത്തുന്ന അവൻ, അൽ മുഹ്രിജു എന്നിട്ട് പിളർത്തിയിട്ട് മറ്റേതിനെ പുറപ്പെടുവിക്കുന്നവൻ, അതാരാണ്? അള്ളാഹു ആണ്. ഫഅന്ന പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തിരിക്കപ്പെടുന്നത്? ഫകൈഫ എങ്ങനെയാണ് തുസ്റഫൂന നിങ്ങളെ തിരിക്കപ്പെടുന്നത്? അനിൽ ഈമാനി, ഈ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിനെ തൊട്ട്, മഅഖിയാമിൽ ബുർഹാനി ഇതിനൊക്കെയുള്ള തെളിവ് നിലനിൽക്കലോടുകൂടെ. ഫാലിക്കുൽ ഇസ്ബാഹ്, അവൻ എന്തിനെ? ഇസ്ബാഹിനെ പിളർത്തിയവനാണ്. ശരിക്കും ഇസ്ബാഹ് എന്ന് വെച്ചാൽ പ്രഭാതത്തിന് ഉണ്ടാക്കലും സുബ്ഹ് പ്രഭാതം ഉണ്ടാവലുമാണ്. മറ്റൊരു തഅസീറും ഇതെന്താണ്? അസറുമാണ്. പ്രഭാതത്തെ അള്ള കൊണ്ടുവരും, അപ്പോൾ അവിടെ എന്താവും? വെളിച്ചം ഉണ്ടാവും. അതാണ് ശരിക്കും സുബ്ഹ്. മറ്റേത് ഇസ്ബാഹാണ്. അപ്പോൾ ഫാലിക്കുൽ ഇസ്ബാഹ് എന്ന് വെച്ചാൽ മസ്തറും ബിമാന സുബ്ഹ് എന്ന അർത്ഥത്തിൽ തന്നെയുള്ള ഒരു മസ്തറാണ്. അസ്ബഹയുടെ മസ്തറാണ് ഇസ്ബാഹ്. സുബ്ഹ് എന്നാണ് അർത്ഥം. അപ്പോൾ സുബ്ഹിനെ പിളർത്തിക്കൊണ്ടുവരുന്ന നല്ലതാണ്. അതായത് ഷാക്കു ഉമൂദി സുബ്ഹിന്റെ തൂണുകൾ. ഉമൂദ് എന്ന് വെച്ചാൽ തൂണുകൾ അപ്പുറം, അതായത് ചക്രവാളത്തിലുള്ള ആ സുബ്ഹിയുടെ മാറ്റം ഉണ്ടല്ലോ, അതിനെ ആ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുക. അതിനെ മാറ്റി എന്നിട്ട് പ്രഭാതത്തെ കൊണ്ടുവരും. വഹുവ അവ്വലു മാ യബ്ദു മിൻ നൂരിൻ നഹാരി. ഏതാണ് സുബ്ഹ് എന്ന് വെച്ചാൽ? അത് അവ്വലു മാ, ഒന്നിൻ്റെ ആദ്യത്തിലുള്ളതാണ്. യബ്ദു വെളിവാകും, മിൻ നൂരിൻ നഹാരി. നൂരിൻ നഹാരി എന്ന് വെച്ചാൽ പകൽ വെളിച്ചത്തിൽ നിന്നും വെളിവാകുന്ന ഒന്ന്. പകൽ വെളിച്ചത്തിനാൽ, മായയുടെ ബയാനാണ് മിന്നൂരിൻ നഹാർ എന്നുള്ളത്. പകൽ വെളിച്ചത്തിനാൽ വെളിവാകുന്ന ഒന്നിൻ്റെ തുടക്കത്തിലുള്ളതാണ് സുബ്ഹ്, പ്രഭാതം എന്നൊക്കെ പറയും. മറ്റേതാണല്ലോ ഫജ്റു സാദിഖ്. പകൽ വെളിച്ചം വരുന്ന ഏതോടുകൂടിയാണ്? ഈ സുബ്ഹിയുടെ ഒരിതാണ് സുബ്ഹ്. നുൽമത്തില്ലയിൽ, രാത്രിയുടെ ഇരുട്ടിൽ നിന്നും മാറിയിട്ട് പകലിൻ്റെ വെളിച്ചം ആ സമയത്ത് ഉദിക്കുന്നതിന് മുമ്പേ വരുമല്ലോ, അത് തന്നെ സുബ്ഹിയുടെ സമയത്തുള്ള വെളിച്ചം തന്നെ. അപ്പം രാത്രിയുടെ ഇരുട്ടിൽ നിന്നും മാറി പകലിൻ്റെ വെളിച്ചം പ്രകാശം തുടങ്ങും അല്ലെ, അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇത് സുബ്ഹ് എന്നുള്ളത്. അപ്പോൾ സുബ്ഹിനെ പിളർത്തിക്കൊണ്ടിരുന്ന അള്ളയാണ്. വജഅലൽ ലൈല, അവൻ രാത്രിയെ സംവിധാനിച്ചിരിക്കുന്നു. സക്കനൻ, ഒരു ശാന്തമായിട്ട് സംവിധാനിച്ചിരിക്കുന്നു. അതായത് ശാന്തി വെച്ചാൽ ശാന്തി കിട്ടുന്ന ഒരു സമയമാക്കി. സക്കൻ എന്ന് വെച്ചാൽ ശാന്തി കിട്ടുന്ന സമയം. തസ്കുനു ഫീഹിൽ ഖൽഖു, സൃഷ്ടികളൊക്കെയും അതിൽ ശാന്തമാകും. അതായത് അവർക്ക് വിശ്രമത്തിലൊക്കെ ആകും. സക്കൻ അല്ലെ, നിശ്ചലമാകും എന്നർത്ഥം. സക്കന സുക്കൂൻ, നിശ്ചലമാവുന്ന അവസ്ഥ എനിക്കാണല്ലോ. പിന്നെ താബി, ക്ഷീണം കാരണത്താൽ. അപ്പം പകലൊക്കെ ജോലി ചെയ്തിട്ട് ക്ഷീണം ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സുക്കൂന്, ഒരു ശാന്തി കിട്ടുന്നത്, ഒരു സമാധാനം കിട്ടുന്നത് രാത്രിയായിരിക്കും. വശംസ, സൂര്യനെ അവൻ സംവിധാനിച്ചിരിക്കുന്നു. വൽ കമറിനെയും, സൂര്യചന്ദ്രാദികളെ. നസ്ബ് കൊണ്ടാണ് ഖിറാഅത്ത് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് അത്ഫൻ അല മഹല്ലിൽ ലൈലി. ലൈലി എന്ന പദത്തിൻ്റെ മഹല്ലുണ്ടല്ലോ, ലൈലി എന്ന പദത്തിൻ്റെ മഹല്ലിന്മേൽ അത്ഫ് ചെയ്തതാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി അങ്ങനെ ആക്കിയിരിക്കുന്നു. പിന്നെ വശംസ വൽ കമറ, ഷംസിനെയും കമറിനെയും ഹുസ്ബാനാക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ജാല ആവർത്തിക്കപ്പെടും. അതാണ് ലൈലിൻ്റെ മഹലിന് മേൽ അത്ഫ് ചെയ്തു എന്ന് പറഞ്ഞത്. ലൈലിൻ്റെ മഹല്, ലൈല് എന്നുള്ളതാണ് നസ്ബാണല്ലോ ഉള്ളത്. അപ്പോൾ ലൈലിൻ്റെ മഹല് അല്ലെ, വജഅലൽ ലൈല, അത് ജാലയുടെ ശരിക്കും മഫൂൽ തന്നെ. പക്ഷെ ഷംസും കമർ ഈ ജാലയുടെ മഫൂലല്ല, പക്ഷെ അതിൻ്റെ മഹലിന്മേൽ അത്ഫ് ചെയ്ത്, അഥവാ വേറൊരു ജാല അവിടെ വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെ അള്ളാഹ് ആക്കി ഹുസ്ബാനാക്കി. എന്താണ്? ഈ കണക്ക് നോക്കുന്നതാക്കി. സമയത്തിൻ്റെ കണക്കൊക്കെ അറിയാമല്ലോ സൂര്യനെ ചന്ദ്രനെ ഉപയോഗിച്ചിട്ട്. ഹിസാബൻ ലിൽ ഔഖാത്തി, സമയങ്ങളെ നോക്കുന്ന കണക്കാക്കുന്ന സംഗതികളാക്കി.
അവിൽ ബാവു അല്ലെങ്കിൽ ഈ ഹുസ്ബാൻ എന്നുള്ള അവിടെ ഒരു ബാ ശരിക്കുണ്ട്. ആ ബാ എന്താണ്? മഹദൂഫത്തുൻ, കളയപ്പെട്ടതാണെന്ന് വെക്കണം. അപ്പം വശംസ വൽ ഖമറ ബി ഹുസ്ബാനിൻ എന്നുണ്ടാകും. ബി ഹുസ്ബാനിൻ. അപ്പോൾ അത് വഹു ഹാലുൻ മിൻ മുഖദ്ദരിൻ, അത് കളയപ്പെട്ടതിൽ നിന്നുള്ള ഒരു ഹാലായിട്ട് വെക്കണം. കളയപ്പെട്ടതിൽ നിന്നുള്ള ഹാലായിരിക്കും ഈ ഹുസ്ബാൻ എന്ന് ഖിറാത്ത് വരുമ്പോൾ. അതായത് യജിരിയാനി, അങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് യജിരിയാനി, ഈ സൂര്യനും എന്താണ്, സൂര്യനും ചന്ദ്രനും അത് നടക്കും, സഞ്ചരിക്കും. ബി ഹുസ്ബാനിൻ, ഹുസ്ബാനുകൾ യജിരിയാനി, അവ രണ്ടും തന്നെ നടക്കുന്നതായ നിലക്ക് ബി ഹുസ്ബാനുമായിട്ട്, ഹുസ്ബാൻ എന്ന് വെച്ചാൽ ഒരു കണക്കായിട്ട്, ഒരു കൃത്യമായ കണക്കുമായിട്ടെന്നല്ല, ഒരു കണക്കിലായിട്ട് അത് നടക്കുന്നു. അപ്പം ബാ കളയപ്പെടുമ്പോൾ ഉള്ള അർത്ഥമാണ് പറയുന്നത്. ഒന്നുകിലും ഹുസ്ബാൻ എന്നുള്ള എന്താണ്? ഹാസിബല്ലിൽ ഔക്കാത്തി എന്ന് വെക്കുക, സമയത്തിനെ കണക്കാക്കുന്നതാക്കി സംവിധാനിച്ചു അള്ളാഹു ഇതിന്. അല്ലെങ്കിൽ ബി ഹുസ്ബാൻ എന്നുള്ളത് ബാ കളയപ്പെട്ടതാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഈ അർത്ഥം. അള്ളാഹു ഇവ രണ്ടിനെ സംവിധാനിച്ചു, ഇവ രണ്ടും തന്നെ എന്തായി ഒരു പ്രത്യേക ഹുസ്ബാനിൽ, ഒരു പ്രത്യേക കണക്കിൽ സഞ്ചരിക്കുന്നതായി നിലക്കി എന്നർത്ഥം വരും. കമാഫി ആയത്ത് റഹ്മാൻ, റഹ്മാനിൽ അതേപോലെ അങ്ങനെയാണല്ലോ ആയത്തുള്ളത്. ആയത്ത് കറക്റ്റ് ഓർമ്മ വരുന്നത്. എന്തായാലും ദാലിക അൽ മദ്കൂർ, ഇപ്പോൾ പറയപ്പെട്ടത് സൂര്യൻ്റെ ചന്ദ്രൻ്റെ ഒക്കെ ആ ഒരു നടത്തം, അതിൻ്റെ ആ ഒരു കണക്കിലുള്ള നടത്തം ഉണ്ടല്ലോ, അതൊക്കെ തഖ്ദീറുൽ അസീസായ പ്രതാപിയായ ഫീ മുൽക്കിഹി, തൻ്റെ രാജാധികാരത്തിൽ പ്രതാപിയായ അള്ളാഹുവിൻ്റെ കണക്കാക്കലാണ്, അള്ളാഹുവിൻ്റെ ഒരു സെറ്റിങ്സ് ആണ്. അൽ അലീമു ബി ഖൽഖി, തൻ്റെ സൃഷ്ടികളെ പറ്റി വിശാലജ്ഞാനമുള്ളവനായ അള്ളാഹുവിൻ്റെ ഒരു സെറ്റിങ്സ് ആണ് ഇതൊക്കെ. വഹുവല്ലദീ, അവൻ അല്ലദീ യാതൊരുവനാണ്, ജഅലലക്കും നുജൂമ, ജഅലലക്കും അവൻ നിങ്ങൾക്ക് ആക്കി തന്നിരിക്കുന്നു, അന്നുജൂമ നക്ഷത്രങ്ങളെ, ലി തഹ്തദൂ ബിഹ, എന്തിനു വേണ്ടിയാണ് ആക്കി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്, അതാണ് നല്ലത്, സൃഷ്ടിച്ചിരിക്കുന്നു. ലി തഹ്തദൂ, നിങ്ങൾ മാർഗം കാണാൻ വേണ്ടി, ബിഹ ഈ നക്ഷത്രങ്ങളെ ഉപയോഗിച്ച്, നക്ഷത്രങ്ങളുടെ സഹായത്തിൽ, ഫി നുലുമാത്തിൽ ബരി വൽ ബഹരി, കരയുടെയും കടലിലെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് മാർഗദർശനം കിട്ടാൻ വേണ്ടി, ഫിൽ അസ്വാരി യാത്രകളിൽ. അപ്പോൾ യാത്രകളിൽ നക്ഷത്രങ്ങളെ ദിശ നോക്കിയിട്ട് പോകാൻ പറ്റുമല്ലോ, കപ്പൽ യാത്രകളും മറ്റുമൊക്കെ ആയിട്ട്. ഖദ് ഫസ്സൽന, തീർച്ചയായും നാം ബയ്യന്ന വിശദീകരിച്ചിരിക്കുന്ന ആയാത്തി തെളിവുകളെ, അദ്ദലാലാത്തി തെളിവുകളെ, അലാ കുദ്റത്തിന നമ്മളുടെ ശക്തിയുടെ മേലെ, നമുക്ക് ശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളെ നാം വിശദീകരിച്ചിട്ടുണ്ട്. ലി ഖൗമി യഅലമൂൻ, അറിവുള്ള ഒരു വിഭാഗം ആളുകൾക്ക്, യതദബ്ബറൂൻ ചിന്തിക്കുന്ന ഒരു വിഭാഗം, അറിവുണ്ടാകുമ്പോഴാണല്ലോ അവർ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ മൽസൂം പറഞ്ഞിട്ട് ലാസിം ഉദ്ദേശിക്കുന്നതാണ്. വഹുവല്ലദീ, വഹു അവൻ, അല്ലദീ ഒരുവനാണ്, അൻശഅക്കും നിങ്ങൾ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, ഖലഖക്കും നിങ്ങൾ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നഫ്സിൻ വാഹിദ ഒരൊറ്റ നഫ്സിൽ നിന്നും, അതായത് നഫ്സ് ഹി ആദം അലൈഹിസ്സലാമാണ്. കാരണം ഹവ്വാവി ആദം നബി അലൈഹിസ്സലാം വാരിയിൽ നിന്നാണല്ലോ വന്നത്. എന്നിട്ട് മുസ്തഖറും മിങ്കും ഫിർ റഹ്മി, മുസ്തഖർ എന്ന് വെച്ചാൽ ഒരു മുസ്തഖറായ ഒരു നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരു കാലഘട്ടമുണ്ട്. മിങ്കും നിങ്ങളിൽ നിന്നൊരു സ്ഥിരമായ ഒരു കാലഘട്ടമുണ്ട്. ഫിർ റഹ്മി മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു സ്ഥിരമായ റഹിം അല്ലെ, റഹിം മാതാവിൻ്റെ ഗർഭാശയത്തിൽ സ്ഥിരമായ ഒരു കാലഘട്ടമുണ്ട്. പിന്നെ മുസ്തൗദ ഒരു ഏൽപ്പിക്കപ്പെട്ട, ഒരു സൂക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. മിങ്കും നിങ്ങളിൽ നിന്നും, അതേതാണ്? ഫിസ്സുൽബി പിതാവിൻ്റെ മുതുകിൽ, കുറച്ചു കാലം അവിടെ ഉണ്ടാവും, കുറച്ചു കാലം മാതാവിൻ്റെ ഗർഭാശയത്തിലുണ്ടാവും. അതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരു ഘട്ടം പറഞ്ഞാണ്. ആദ്യം മാതാവിൻ്റെ ആണ് പറഞ്ഞ്, പിന്നെ പിതാവിൻ്റെ ആണ് പറഞ്ഞത്. അങ്ങനെ ശരിക്കും തർത്തീബ് അങ്ങനെയല്ലെങ്കിലും ഇത് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമല്ലോ, അല്ലാഹു അലം. അപ്പം മുസ്തഖർ എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയാണ് മുഫസ്സിർ കൊടുത്തിട്ടുള്ളത്, റഹിമിലുള്ള മുസ്തഖറും മറ്റേത് സുൽബിലുള്ള മുസ്തൗദാണ്. അഫീ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് ബി ഫതഹിൽ കാഫി, കാഫിന് ഫത്ത് ചെയ്തിട്ട് മുസ്തഖിർ എന്നുണ്ട്. അപ്പം മുസ്തഖിർ എന്നാണെങ്കിൽ എന്തായിരിക്കും അർത്ഥം വരിക? ഈ മക്കാനു കറാരിൻ ലക്കും, മക്കാനു കറാരി ഒരു സ്ഥിരതയുടെ സ്ഥലമുണ്ട് ലക്കും നിങ്ങൾക്ക്. അതേതായിരിക്കും സ്ഥിരതയുടെ സ്ഥലം? അത് മാതാവിൻ്റെ ഗർഭാശയമായിരിക്കും. മാതാവിൻ്റെ ഗർഭാശയത്തിലാണ് കറാറുള്ളത്. ആ ടൈമിന് എന്ത് പറയും? മുസ്തഖർ എന്ന് പറയും. ആ സ്ഥലത്തിന് മുസ്തഖിർ എന്നും പറയും. ഇസ്തിഖറാറിന് പറ്റിയ സ്ഥലം, കറാറിന് പറ്റിയ സ്ഥലം. ഖദ് ഫസ്സൽനൽ ആയാത്തി, ആയത്തുകളെ നമ്മൾ തെളിവുകളെയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ലിഖൗമി യഫ്ഖഹൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക്, മാ ഒന്നിനെ, യുഖാലു അവരോട് പറയപ്പെടുന്ന ഒന്നിനെ ചിന്തിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ തെളിവുകളെ നാം വിശദീകരിച്ചിട്ടുണ്ട്. വഹുവ അവൻ, അല്ലദീ ഒരുവനാണ്, അൻസല അവൻ ഇറക്കി, മിനസമായി ആകാശത്തു നിന്നും, മാ അൻ വെള്ളത്തെ, എന്നിട്ട് ഫഅഖ്റജ്ന നാം പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ ഫഅഖ്റജ്ന എന്ന് പറയുന്നതിലുണ്ട് ഇൽത്തിഫാത്തുൻ അനിൽ ഗൈബത്തി, ഗൈബത്തിൽ നിന്ന് ഒരു തിരിഞ്ഞുകളയുണ്ട്. കാരണം അവനാണ് ആകാശത്ത് നിന്ന് ഇറക്കിയെന്ന് പറഞ്ഞ്, പിന്നെ പുറപ്പെടുവിച്ചത് ഞാനാണെന്ന് പറഞ്ഞു. സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെയാണെങ്കിലും ആദ്യം അവനെന്ന് പരാമർശിച്ചു, പിന്നെ എന്തും പരാമർശിച്ചു, പിന്നെ
ഞാൻ എന്നും പരാമർശിച്ചു, നാം എന്നും പരാമർശിച്ചു. ബിഹി ആ വെള്ളം ഉപയോഗിച്ച്, ബിൽ മായി വെള്ളം ഉപയോഗിച്ച്, നബാത്ത കുല്ലി ഷൈഇ എല്ലാ സാധനങ്ങളുടെയും സസ്യങ്ങളെ, നബാത്ത സസ്യത്തെ, കുല്ലി ഷൈഇ എല്ലാ ഇനത്തിൻ്റെയും സസ്യങ്ങൾ, അതായത് എല്ലാത്തരം സസ്യങ്ങളെയും പുറപ്പെടുവിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഉപയോഗിച്ച്. അതായത് യുംബിത്തു എന്ന് വെച്ചാൽ മതി. യുംബിത്തു മുളപ്പിക്കുന്ന, അല്ലെങ്കിൽ ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ധാന്യങ്ങളോ മറ്റു സംഗതികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ എമ്പുത്തു എന്ന് വെക്കാം, മുളച്ചു വരുന്ന എല്ലാ സസ്യങ്ങളും. അതാണ് നല്ലതല്ലേ, എമ്പുത്തു മുളച്ചു വരുന്ന സർവ്വ സസ്യങ്ങൾ അള്ളാഹു ഈ വെള്ളം ഉപയോഗിച്ച് പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പോൾ അഖ്റജ്നാ മിൻഹു, എന്നിട്ട് ആ സസ്യങ്ങളിൽ നിന്ന് നാം പുറപ്പെടുവിച്ചു. അപ്പോൾ അവിടെ എമ്പുത്ത് തന്നെ വായിക്കണം. സസ്യങ്ങളിൽ നിന്ന് നാം പുറപ്പെടുവിച്ചു. ഐ നബാത്തി, നബാത്തിന്നു ഷെയ്അൻ ഒന്നിനെ, ഒരു സംഗതിയെ, ഖളിറൻ പച്ചയായ ഒന്നിനെ, ബിമാന അഖ്ളറ, ഖളർ എന്ന് ഏതർത്ഥത്തിലാണ്? അഖ്ളർ എന്ന അർത്ഥത്തിലാണ്. കാരണം അഫ്അൽ വസ്നാണല്ലോ അതിൻ്റെ വസ്ഫായിട്ട് വരിക. പച്ചയായ സാധനം, പച്ചയായ സാധനത്തെ പുറപ്പെടുവിച്ചു. നുഖ്രിജു മിൻഹു, അതിൽ നിന്ന് നാം പുറപ്പെടുവിക്കും. അപ്പോൾ പച്ച എന്തോ ഒരു ചെറിയൊരു കായുടെ ഒരു അടയാളം, ഒരു ഫലമുണ്ടാകുന്നതിന് ഒരു ചെറിയ അടയാളം, പച്ചപ്പ്. ആ പച്ചപ്പിൽ നിന്നും മിൻഹു എന്ന് വെച്ചാൽ മിനൽ ഖളിരി, ആ പച്ചയിൽ, ഖളിരി ആ പച്ചയായ അഖ്ളറിൽ നിന്നും നാം, ഇവിടെ ഖളിർ എന്ന് പറഞ്ഞത് ആയത്തിൽ ഖളിർ എന്നുള്ള പദം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഖളിർ, അതായത് അഖ്ളർ എന്നതിൻ്റെ മാന. അതിൽ നിന്ന് നാം പുറപ്പെടുവിക്കുന്നു ഹബ്ബൻ ധാന്യത്തെ, മുത്തറാക്കിബായ ധാന്യത്തെ, അതായത് അങ്ങോട്ടും കൂടിച്ചേർന്ന ധാന്യത്തെ. ഇയർക്കബ് ബാലു, അതിൽ ചിലത് മേലെയായിരിക്കും, ബാല മറ്റു ചിലതിൻ്റെ. ഇതുപോലെ സനാബിലിൽ ഹിന്ദത്തി, ഗോതമ്പിൻ്റെ എന്താ പറയുക, ഗോതമ്പിൻ്റെ വൈക്കോലല്ല, എന്താ പറയുക, കൊല എന്നല്ല, അതിനൊന്ന് പറയുമല്ലോ, ഗോതമ്പിൻ്റെ ഗോതമ്പുകൾ കൂടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, കൊല പോലെ, അതാണ് സാധനം. സനാബിലിൽ ഹിന്ദത്തി വനഹവിയ, ഹിന്ദത്ത് ഗോതമ്പ്, അതുപോലുള്ള നെല്ല്, ചോളം, ഇവിടെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ അതിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവുമല്ലോ, കതിരി എന്ന് പറയും, കതിരികൾ പോലെ. അപ്പം അത് പച്ച, ഒരു ഗോതമ്പിൻ്റെ ചെടി. അപ്പോൾ അതിൽ നിന്നൊരു പച്ച ഭാഗം, ആ പച്ച ഭാഗത്തു നിന്നൊരു ഈ സനാബിൽ അല്ലെ, എന്താണ്, കതിരുകൾ വരുന്നു. സുംബുലത്തിൻ്റെ ജമ്മാണ് സനാബിൽ. ആ കതിരുകളിൽ നിന്നും അല്ലെ, കതിരുകളിൽ നിന്നാണ് ഗോതമ്പ് ഉണ്ടായി വരുന്നത്. വമിനൻ നഖ്ലി, ഇനി അടുത്ത വേറെന്ന് പറയാണ്, നമ്മളിപ്പം പറഞ്ഞു ഗോതമ്പ് പോലെയുള്ള ഇന്ത്യയാണ് പറഞ്ഞു. ഇനി അടുത്ത ഒരു വേറൊരിനാണ് ഈന്തപ്പന പോലുള്ള സാധനം. ഈന്തപ്പനയും തെങ്ങും ഒക്കെ അങ്ങനെ വരിക. വമിനൻ നഖ്ലി, ഈന്തപ്പനയിൽ നിന്നും നാം പുറപ്പെടുവിച്ചു. ഖബറും, അത് ഖബറാണ്. എന്തിൻ്റെ ഖബറിന് ശേഷം വരുന്നുണ്ട്, ഒരു മുബത്തത് വരുന്നുണ്ട്, അതിൻ്റെ ഖബർ മുഖദ്ദമാണിത്. വയുബുദലി മിൻഹു, ഈ ഖബറായ മിനൻ നഖ്ലി എന്നുള്ളതിൽ നിന്നും ബദലാക്കപ്പെടും മിൻ തൊലീഹ എന്നുള്ളത്. അപ്പോൾ ഈന്തപ്പനയിൽ നിന്നും, അഥവാ മിൻ തൊലീഹ അതിൻ്റെ തൊലയിൽ നിന്നും. തൊല എന്ന് വെച്ചാൽ പാള, കൂമ്പാള എന്നൊക്കെ പറയും. നമുക്കറിയാം ഈ തെങ്ങിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ പാള, തെങ്ങിൻ്റെ കൊല വരുന്നതിന് മുമ്പ് അതിൻ്റെ കൊലയുടെ മുമ്പ് ഒരു കൂർത്തിട്ടുണ്ടാവും, കൂമ്പാള, പാള എന്നൊക്കെ പറയും. പാള കൊണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, അതാണ്. അവലുമാ യഹ്റുജു, ഏതാണ് ഈ തല എന്ന് വെച്ചാൽ അവലുമാ ഒന്നിൻ്റെ ആദ്യ ഭാഗമാണ്. യഹ്റുജു അത് പുറപ്പെടും, യഹ്റുജു മിൻഹ അതിൽ നിന്നും പുറപ്പെടുന്നതിൻ്റെ ആദ്യ ഭാഗം, അതായത് ഈന്തപ്പനയിൽ നിന്നും കായ ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ആദ്യ ഭാഗമാണ് ഇത് കൂമ്പാള അല്ലെങ്കിൽ പാള. അപ്പം ഈന്തപ്പനയിൽ നിന്നും അഥവാ അതിൻ്റെ കൂമ്പാളയിൽ നിന്നും എന്താ ഉള്ളത്, കൂമ്പാളയിൽ നിന്നുമാണ് എന്തുള്ളത്, കിൻമാൻ ഉണ്ടാകുന്നത്. കിൻമാൻ എന്ന് വെച്ചാൽ അറാജീൻ, ഉർജൂനിൻ്റെ ജമ്മാണ് അറാജീന്. നമ്മുടെ കുല എന്ന് പറയാം. ധാന്യത്ത് വെച്ചാൽ അടുത്തടുത്ത് നടക്കുന്ന കൊല, അത് കരീബും ബാലുഹ മിമ്പാന്ന്, ആ കൂമ്പാളയിലുള്ള ഓരോ കായകളും എന്തായിരിക്കും, കൂമ്പാളയിലെ കൊലയിലുള്ള ഓരോ കായകളും അതിൽ നിന്നുള്ള ബാല് മിമ്പാന്ന് മറ്റു ചിലതിനോട് അടുത്തായിരിക്കും. അപ്പം അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും അതിൻ്റെ ഇതുണ്ടാവുക, പാളയായിട്ട് വരും. പിന്നെ അത് വലുതായിട്ട് എന്താവും, ഈന്തപ്പന വലിയ കൊലയാവും. അപ്പോൾ ഈന്തപ്പനക്ക് പ്രധാനമായിട്ട് മനുഷ്യനെ പറയുന്ന പോലെ തന്നെ 7 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തൊല് എന്നൊക്കെ പറയും, തൊല്. പിന്നെ അതിന് ഇഗരീൽ എന്ന് വെച്ചാൽ ഈ ഒരു കൊലയായിട്ട് പോലെ വരിക. പിന്നെ ബല്ഹ് ശരിക്കും കൊല. പിന്നെ സഹു, ബുസ്ർ എന്ന് വെച്ചാൽ എന്താണ്, കരിമ്പഴുക്ക, തീരെ മധുരമില്ലാത്ത കരിമ്പഴുക്ക. പിന്നെ റുത്തബ്, പിന്നെ ഇളം പഴുക്ക. ഇളം പഴുക്കയാണ് ബുസ്ർ എന്ന് വെച്ചാൽ ഇളം പഴുക്കാണെന്ന്. റുത്തബ് കരിമ്പഴുക്ക, അപ്പോൾ കുറച്ചും കൂടെ മധുരമാവും, പക്ഷെ ശരിക്കും മധുരമാവില്ല. പിന്നെ സുമ്മത്തമ്പ്, പിന്നെ ഈന്തപ്പഴം, ശരിക്കും ഈന്തപ്പഴം എന്ന് പറയുന്ന സാധനം. പിന്നെ അതിന് ഉണക്കുമ്പോഴാണ് നമ്മൾ കാരയ്ക്കാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 7 ഘട്ടങ്ങളാണുള്ളത്. അപ്പോൾ അതിനുള്ള ഓരോന്നിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ചെറിയൊരു വിശദീകരണം തന്നെയാണ്. വാഹറജിന ബിഹി, പിന്നെ അതിനെയും കൊണ്ട് നാം പുറപ്പെടുവിക്കുന്നു ജന്നാത്തിൻ തോട്ടങ്ങളെ, ബസാത്തീന ബുസ്താനുകൾ തോട്ടങ്ങളെ, മിൻ അനാബ്
അഹ്റജ്ന ബി എന്ന് വെച്ചാൽ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ ഈന്തപ്പന തോട്ടങ്ങൾ മറ്റു തോട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്, മുന്തിരി തോട്ടങ്ങൾ. പിന്നെ ആനാബിൻ മുന്തിരിവള്ളികളാൽ, ജൈത്തൂൻ ഒലിവുകൾ, ജൈത്തൂൻ എന്ന് വെച്ചാൽ ഒലിവ് തോട്ടങ്ങളാൽ, റുമ്മാൻ, പിന്നെ എന്താണ് റുമ്മാൻ പഴം ഉണ്ടല്ലോ, നമ്മളെന്താ പറയുക, മാതള നാരങ്ങ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് മുസ്തബിഹൻ. അപ്പോൾ അതൊക്കെ അല്ല ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ തോട്ടങ്ങൾ, ഇതിനാലുള്ള തോട്ടങ്ങൾ അല്ല പുറപ്പെടുവിച്ചത്. മുസ്തബിഹൻ ഇത് തന്നെ എന്തായ നിലയ്ക്ക്, സദൃശ്യമായ നിലക്ക്, വറക്കുഹുമ അതിൻ്റെ ഇല, ഏതിൻ്റെ, ഈ മാതള നാരങ്ങയുടെ ഇലയും ജെയ്ത്തൂനില്ലേ ഒലിവ് വൃക്ഷം അതിൻ്റെ ഇലയും ഒക്കെ എന്തായിരിക്കും, ഒന്നായിരിക്കും, ഒരേപോലെ ഉണ്ട് കാണുമ്പോൾ. അത് ഹാലാണ്. ഇനി വഗൈറ മുത്തശാബി ആയിട്ടുണ്ട്, വഗൈറ മുത്തശാബി അല്ലാത്തതായിട്ടുണ്ട്. അതേതാണ്, സമറഹുമ അവ രണ്ടിൻ്റെ കായ്കനികൾ അല്ലേ. ഒലിവ് കായാണ്, ഒരുതരം മധുരമൊന്നും ഇല്ലാത്ത ഒരു കായാണല്ലോ, ഒരു ചെറിയ വേറൊരു ടേസ്റ്റ്, നമ്മൾ കഴിച്ചിട്ടില്ല, കേട്ടതേ ഉള്ളൂ. പിന്നെ റുമ്മ എന്ന് പറയുമ്പോൾ പഴുത്തതാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ കായ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവും, പിന്നെ അതിൻ്റെ ടേസ്റ്റും നിറവും വ്യത്യാസമുണ്ട്. ഒലിവിൻ്റെ പച്ചക്കായല്ലേ, ഇതിൻ്റെ ഒരു ചുവപ്പ് കായാണ്. അപ്പോൾ കായ വ്യത്യാസം ഉണ്ടാവും, ഒരുപോലെ അല്ല, പക്ഷേ ഇല ഒരുപോലെയാണ്. അപ്പോൾ ഇത് രണ്ടിനും പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനെയൊക്കെ അല്ല പുറപ്പെടുവിച്ചു. ഒന്നുറൂ നിങ്ങൾ നോക്കിക്കേ, യാ മുഹാത്തബീൻ ഈ ഖുർആൻ കേൾക്കുന്ന അഭിസംബോധിതരെ നിങ്ങളൊന്ന് നോക്കൂ. നളറാത്തിബാർ പരിഗണനീയമായ നോട്ടം, ഇലാ സമരിഹി അതിൻ്റെ സമറിലേക്ക്, അതിൻ്റെ കായികനിയിലേക്ക്, ബി ഫത്ഹി സായിന് ഫത്ഹ് ചെയ്തിട്ട്, വൽ മീമിനും സമർ അങ്ങനെ റാത്തുണ്ട്. പിന്നെ ലമ്മിഹിമ അവ രണ്ടിനും ലംബ് ചെയ്തിട്ട് സുമരിഹി എന്നുണ്ട്. സുമറാമ ജമ്മാണ്, വഹോ ജമ്മു സമറത്തിൻ്റെ ജമ്മാണ് സുമർ, അല്ല സമറത്തല്ല, സമറത്ത് പറയാറില്ല ഫലം എന്നർത്ഥത്തിൽ, മരത്തിൻ്റെ ഫലത്തിന് സമറത്ത്, കാരണം ഷജറത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ഷജറത്തിന് ഷുജുർ എന്ന് ജമ്മുണ്ട്, ഹഷബത്ത് വിറക് കഷണം അതിൻ്റെ ജമ്മാണ് ഹുഷുബ്. അതുപോലെ തന്നെ സമറത്തിൻ്റെ ജമ്മാണ് സുമുർ. അവ സുമുർ ഇലാ സുമിരിഹി എന്നും സമരിഹി എന്നും കിറാത്തുണ്ട്. അതിലേക്ക് നിങ്ങൾ പരിഗണനീയമായ നോട്ടം നോക്കൂ അഭിസംബോധിതരെ. എപ്പോഴും നോക്കണം, ഇതാ അസ്മറ അത് കായയാകുമ്പോൾ, അവലുമായ ബുധു അത് കായാവുമെന്ന് വെച്ചാൽ എന്താകും, അസ്മറാവുമെന്ന് വെച്ചാൽ അവലുമായ ബുധു വെളിവാകുന്ന ഒന്നിൽ നിന്ന് ആദ്യത്തേതാണ് ഇത് അസ്മർ. അതായത് കായായിട്ട് വെളിപ്പെട്ട ഉടനെ അങ്ങോട്ട് നോക്കാം. അപ്പോൾ കൈഫ ഹുവ അത് എങ്ങനെയാണ് എന്ന്. അപ്പോൾ പച്ചക്കായാണ്, അതെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് വൈല എൻഹി പിന്നെ അതിൻ്റെ പഴുപ്പിലേക്ക് നോക്കാം. എന്ന് വെച്ചാൽ നൽജ് അതിൻ്റെ മൂപ്പത്തുക, പാകമാവുക, പഴുത്താവുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ പഴുപ്പാവുന്ന അവസ്ഥയിലേക്ക് നോക്കാം. അപ്പോഴേക്കും അതറക്ക കൈഫ യഊദു അതറക്ക കൈഫ യഊദു അതിരിക് അപ്പോൾ നീ മനസ്സിലാക്കുക കൈഫ യഊദു എങ്ങനെയാണത് മടങ്ങിയതെന്ന്. അതായത് പച്ചയായ ഒരവസ്ഥയിൽ നിന്നും പഴുത്തതായ ഒരവസ്ഥയിലേക്ക് അത് എങ്ങനെ മടങ്ങി, ഇതൊക്കെ അള്ളാഹിൻ്റെ അത്ഭുതമല്ലേ. അപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കണമെന്നാണ് ഈ ആയത്തുകളിൽ നിന്നൊക്കെ ഇഷാറത്തുള്ളത്. അപ്പോൾ ഇന്ന ഫീ ദാലിക്കും ഇപ്പോൾ പറഞ്ഞതിലുണ്ട് ആയാത്തിൻ ദലാലാത്തിൻ തെളിവുകളുണ്ട്, അലാ ഖുദ്റത്തിഹി തആല അല്ലാഹു തആലയുടെ ശക്തിയുടെ മേലുള്ള, അലൽ ബഅസി അള്ളാഹ്ക്ക് പുനർജീവിപ്പിക്കാൻ കഴിയുമെന്നതിനുള്ള. ഇവിടെ ഇപ്പോൾ യഊദു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യഊദു അപ്പം പച്ച അവസ്ഥയിൽ നിന്നും പഴുത്തയിലേക്ക് മടങ്ങി എന്നർത്ഥമായിരിക്കും. അല്ലാഹു അലം, നോക്കണം, കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല. ലിഖൗമി യുമിനൂൻ ആർക്കാണ് ഇതിലുള്ള അലൽ ബഅസി പുനർജീവിപ്പിക്കുന്നതിനും വകയിൽ അതല്ലാത്തതിനൊക്കെ അള്ളാഹ്ക്ക് കഴിവുണ്ട് എന്നുള്ള എന്താണ് അടയാളങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഇതിലുണ്ട്. ലിഖൗമി യുമിനൂൻ വിശ്വാസികളായ സമൂഹത്തിന്. ഹുസൂബി വിക്കിരി എന്തിനാണ് ഈ യുമിനൂ എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളായ സമൂഹത്തെ മാത്രം പ്രത്യേകമാക്കപ്പെട്ടത്? അതിൽ അന്നഹുമുൽ മുൻതഫീൻ അവരാണ് ഉപകാരം കിട്ടുന്ന ആളുകൾ, ബിഹായി നോക്കിയത് കൊണ്ട് ഫിലിമാൻ ഈമാൻ്റെ വിഷയത്തിൽ ബിഹിലാഫിൽ കാഫിരികൾക്കെതിരെ കാഫിരികൾക്ക് അങ്ങനെ ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വജഅലൂ ലില്ലാഹി ശുറകാ അൽ ജിന്ന വജഅലൂ അവർ സൃഷ്ടിച്ചു ലില്ലാഹി അല്ലാഹുവിന് അള്ളാഹുവിനെ ഒരു മെനഞ്ഞുണ്ടാക്കി. മഫ്ഊലും സാനി രണ്ടാം മഫ്ഊലാണ്. അള്ളാഹുവിന് അവരുണ്ടാക്കി ഷുറക്കായിന്
അള്ളാഹുവിന് വേണ്ടി എന്നല്ല, അള്ളാഹുവിനുണ്ട് എന്നുള്ള സ്ഥാപിച്ചു എന്ന്. അതുകൊണ്ടാണ് മഫൂൽ സാനിയായത്. ഷുറക്ക എന്നുള്ള മഫൂൽ അവ്വൽ ഒന്നാം മഫൂലാണ്. അപ്പം അള്ളാഹു ഒരുപാട് പങ്കുകാർ അള്ളക്കുണ്ട് എന്ന് അവരാക്കി, ഒരുപാട് പങ്കുകാർ അള്ളക്കുണ്ട് എന്ന് അവർ ആക്കി. വയുബുദൽ മിൻഹു, ഈ ഷുറക്ക എന്ന പദത്തിൽ നിന്ന് ബദലാക്കപ്പെടുക അൽ ജിന്ന, ജിന്നിനെ. അപ്പം ജിന്നിനെയൊക്കെ അവരെന്താക്കി, അള്ളാഹുവിന് പകരമാക്കി കളഞ്ഞു. ഹൈസു അതാഉഹു, അള്ളാഹുവിന് കൂറുകാരാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഷെയറുകാരാക്കി ജിന്നിനെ. അതെങ്ങനെയാണ്? ഹൈസ അത്താവുഹും, അവർ ജിന്നിനെ വഴിപ്പെട്ടു ഫി ഇബാദത്തിൽ ഔസാനി, വസനുകളെ ആരാധിക്കുന്ന വിഷയത്തിൽ. അപ്പം മോശം ജിന്നുകളുണ്ടല്ലോ, വിഗ്രഹങ്ങളെ അല്ല വസനുകളെ, വിഗ്രഹങ്ങളെ, പ്രതിഷ്ഠകളെ ആരാധിക്കണമെന്ന് അവരോട് കൽപ്പിച്ചപ്പോൾ അവരനുസരിച്ച്. അപ്പം അള്ള പറഞ്ഞവർ കേട്ടിട്ടുണ്ടാവും, ഈ ജിന്ന് പറഞ്ഞതിന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളക്ക് ഷുറക്ക, അള്ളയും അതുപോലെ തന്നെ ഷുറക്ക രണ്ടും നമ്മുടെ ആരാധന മൂർത്തികളാണെന്നുള്ള കോലത്തിൽ അവരാക്കി കളഞ്ഞു. അപ്പോൾ അള്ള എന്താണ്? മഫൂൽ സാനിയാണ് ലില്ലാഹി എന്നുള്ളത്, ഷുറക്ക എന്നുള്ള മഫൂൽ അവ്വലാണല്ലോ. കാരണം ആ ഒരു രൂപത്തിൽ വരുന്നിട്ടല്ല, അല്ല അള്ളക്ക് ഷുറക്കായിന് ഇങ്ങനെ ആക്കി കൊടുത്തു എന്നല്ല. വഖദ് ഹലക്കഹു, ഏതൊരു സ്ഥിതിയിൽ അള്ള തന്നെയാണ് അവകളെയൊക്കെ സൃഷ്ടിച്ചത്, ഈ ജിന്നിനെയൊക്കെ സൃഷ്ടിച്ചത്. ഫകൈഫ യകൂനൂന, പിന്നെ എങ്ങനെയാണ് ഈ ജിന്നുകളാവുക? ഷുറക്കാഹു, അള്ളാഹുവിൻ്റെ പങ്കുകാരാവുക. വഹറക്കൂ, ഹറക്കൂ എന്ന് വെച്ചാൽ അവർ മെനഞ്ഞുണ്ടാക്കി, ഈ ആരാധിച്ച അല്ലാത്തവരെ ആരാധിച്ച മുശ്രിക്കീങ്ങൾ മെനഞ്ഞുണ്ടാക്കി. ബി തഖ്ഫീഫി, തഖ്ഫീഫ് കൊണ്ട് ഹറക്കൂ എന്നുണ്ട്, തശ്ദീദി ഹറക്കു ശബ്ദ ചെയ്തിട്ട്. അതായത് ഇഖ്തലക്കു, അവർ മെനഞ്ഞുണ്ടാക്കി, ലഹു അള്ളാഹുവിന്, ബനീന വ ബനാത്ത്, ബനീന ആൺമക്കളെയും വബനാത്തിൻ പെൺമക്കളെയൊക്കെ, ബി ഗൈരി ഇൽമ്, ഒരറിവില്ലാതെ. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരറിവ് ഇവർക്ക് കിട്ടിയില്ല, വെറുതെ അവർ അള്ളക്ക് ആൺമക്കളുണ്ട് പെൺമക്കളുണ്ട് മലക്കുകളാണെന്നൊക്കെ പറഞ്ഞു. ഹൈസ് കാലു, അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഉസൈറുൻ ഇബ്നുല്ല, എല്ലാവരും അങ്ങനെ പറഞ്ഞില്ല, ഒരു വിഭാഗം ഓരോരുത്തരൊക്കെ ആക്കി. ഹൈസ് കാലു ഉസൈറുൻ ഇബ്നുല്ല, ഉസൈറുൻ ഇബ്നുല്ല അല്ലേ, ഉസൈറുൻ ഇബ്നുല്ല, ഉസൈർ ഇബ്നുല്ലയാണ്, അള്ളാഹുവിൻ്റെ മോനാണ് എന്ന് അവർ പറഞ്ഞു. ആ ജൂതന്മാരാ അത് പറഞ്ഞു. അതുപോലെ മലായികത്തു, മലക്കുകൾ ബനാത്തുള്ള, അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് ആര് പറഞ്ഞു? നബിയുടെ കാലഘട്ടത്തിൽ അവിശ്വാസികളായി പോയ ആളുകളോ അല്ലെങ്കിൽ സാബിഈന എന്നൊക്കെ പറഞ്ഞ വിഭാഗം ഇവരാണ് എന്നൊക്കെ പറയാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും അപ്പോൾ ഓരോരുത്തരും അള്ളക്ക് ആൺമക്കളുണ്ട്, ചിലർ പെൺമക്കളുണ്ട്, മലക്കുകളാണ് ആൺമാരായിട്ടുള്ളത്. ജൂതന്മാർ പറയുന്നത് അത് ഇവരാണ്, ഉസൈറാണ്, ഇവർ ക്രിസ്ത്യാനികൾ പറയുന്നത് അത് ഈസാ അലൈഹിസ്സലാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും സുബ്ഹാനഹു, അള്ള പരിശുദ്ധനാണ്, തൻസീഹൻഹു, അവനെ ഞാനൊരു പരിശുദ്ധീകരിക്കുന്നു. അപ്പോൾ തആല, അവൻ ഉന്നതനുമാണ്, അമ്മാ യസിഫൂൻ, ഇവർ പറയുന്ന കാര്യങ്ങളെ തൊട്ട്, ബി അന്ന ലഹു വലദൻ, അള്ളക്ക് മോനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ബുൽദൻ അല്ലെങ്കിൽ സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഹുവ, അവൻ ബദീ ഉസ്സമാവാത്തി വൽ അർദ്, വാനഭൂവനങ്ങളെ സൃഷ്ടിച്ചവനാണ്. ബദീ എന്ന് വെച്ചാൽ മുബദീഹും, അവർ രണ്ടിനെ സൃഷ്ടിച്ചവനാണ്. മിൻ ഗൈരി മിസാലിൻ സബക്ക, മുൻകടന്ന ഒരു മാതൃകയും കൂടാതെ. അന്ന, എങ്ങനെയാണ് കൈഫ ആവുന്നത്? യകൂനു ലഹു വലത്, അവനൊരു മോനുണ്ടാകുന്നത്. വലം തക്കുല്ലഹു സാഹിബ, അവനൊരു സാഹിബില്ലല്ലോ, ഒരു ചങ്ങാതിത്തി അല്ലെങ്കിൽ ഒരു പെൺചങ്ങാതി ഇല്ലല്ലോ, അതായത് സൗജത്തിന് ഒരു ഭാര്യയില്ല, ഭാര്യയില്ല, പിന്നെ എങ്ങനെയാണ് അള്ളക്ക് കുട്ടി ഉണ്ടാവുക? വ ഖലഖ കുല്ല ഷൈഇൻ, അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, കുല്ല ഷൈഇൻ, എല്ലാത്തിനെയും. ഇനി അവൻ്റെ കാര്യത്തിൽപ്പെട്ടാണ് അയ്യാഹുലൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഷെയ് എന്നുള്ള പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്ത് മറ്റേ പെടൂല കേട്ടോ, അള്ളാഹുവിൻ്റെ സിഫത്ത് പെടൂല. അള്ളാഹുവിൻ്റെ സിഫത്ത് എന്നുള്ളത് ലാഹു വലാ ഗൈറുഹു എന്നൊക്കെ അങ്ങനെ കണ്ടല്ലോ ഷറലക്കായതിനുള്ള ഈ ഭാഗത്ത്. അതല്ലാത്ത സംഗതികളൊക്കെ വേറെ വലിയ വിശാലമായ ചർച്ചയാണ്, പോട്ടെ. അപ്പം അള്ളാഹാണ് എല്ലാത്തിനും സൃഷ്ടിച്ചത്, പിന്നെ എങ്ങനെ അള്ളക്ക് മോനുണ്ടാവുക? വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാത്തിനെ പറ്റിയും വിശാല ജ്ഞാനമുള്ളവനാണ്.